നല്ല അസല് സംവിധായകൻ, 1-ാം ക്ലാസ് പാലാക്കാരൻ. ഈ രണ്ട് കോമ്പിനേഷനും കൂടെ ഒരുമിച്ച് ചേർന്നാൽ മലയാളിയുടെ മനസ്സിൽ ഒരൊറ്റ പേരുണ്ടാവും, ഭദ്രൻ. നമ്മൾ ക്രിസ്മസ് വിസിറ്റ് ഭദ്രൻ സാറിൻ്റെ വീട്ടുമുറ്റത്ത്, അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ. പാല പൗരാണികമായിട്ടുള്ള ക്രൈസ്തവ പാരമ്പര്യം, ലാൻഡ് ലോഡ്സ്, വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തി. ഇവിടെ നിന്ന് എങ്ങനെയാണ് സാറിൻ്റെ ഉള്ളിൽ സിനിമ കയറി? എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഒരു 3-ലും 4-ലും ഒക്കെ പഠിക്കുന്ന അക്കാലത്ത് വല്ലപ്പോഴും ഇവിടെ പാലായിൽ യൂണിവേഴ്സൽ തിയേറ്റർ എന്ന തിയേറ്ററുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഞങ്ങളെ സിനിമ കാണിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ ഈ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ സിനിമയിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഇമേജസ്, എനിക്കത് കാണുന്നതിനേക്കാൾ രസം ഈ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ഒരു ബീം ലൈറ്റില്ലേ, അപ്പം ആ ബീം ലൈറ്റിൽ കിടന്നുള്ള ഈ ഷഫിൾസ് കാണുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ അമ്മായിമാരൊക്കെ എന്നെ തട്ടിച്ച് പറയും, എടാ സിനിമ അവിടെ നീ അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇങ്ങനെ ഈ പ്രൊജക്ടറിലെ ആർക്കിൽ നിന്ന് വരുന്ന ലൈറ്റും ഇതിൻ്റെ ഇമേജസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഈ ലൈറ്റിൽ കാണുന്ന അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ അങ്ങനെ ഇൻ്റർവെൽ സമയമൊക്കെ ആകുമ്പോൾ അതൊക്കെ പ്ലാനിൽ ഇറങ്ങിപ്പോയി ഇത് എവിടെ നിന്നാണ് ഈ സോഴ്സ്, ഈ ലൈറ്റ് എവിടെ നിന്നാണെന്ന് കാണാൻ വേണ്ടി ഇതിൻ്റെ പുറകെ പോവുകയും അവിടെ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ ഈ മുറി കഷ്ണങ്ങൾ ഫിലിമുകൾ വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് അതിൽ ടോർച്ചടിച്ച് അതിൻ്റെ ഇമേജസ് ചുവരിൽ കാണുക. ഇങ്ങനെയൊക്കെയുള്ളൊരു ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ഈ സിനിമയോട്, ചലച്ചിത്രത്തോടൊരു അഭിനിവേശം അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും കാരണം ആയിട്ടങ്ങനെയല്ല അത് പറയുക, ഇതൊക്കെ ഒരു കോളല്ലേ, നമ്മൾ എന്തായി തീരണം എന്ന് വളരെ കുഞ്ഞുനാൾ മുതലേ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. എവിടുന്ന്? അവിടുന്ന് ഒരു തീരുമാനം. അപ്പം അങ്ങനെ ഈ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ താല്പര്യങ്ങൾ, നമ്മൾ എന്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, നമ്മുടെ പോക്ക് എങ്ങോട്ടാണെന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ പേരൻസൊക്കെ അതാണല്ലോ നമ്മൾ സ്വയം സ്വപ്നം കാണണമെന്ന് പറയുന്നത്. സ്വപ്നങ്ങൾ വല്ലവർക്കും വേണ്ടി കാണാതെ നമുക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണാം. കെടുത്തിട്ട് നിന്റെ ഉറക്കം സാധിക്കരുത്. ആ ഉറക്കത്തിൽ ഇങ്ങനെ ഇപ്പോഴും അതൊക്കെ സംഭവിക്കുന്നു. ഒരു സ്ക്രിപ്റ്റിലേക്ക് ഞാൻ കടന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ വളരെ മൈനസിലേക്കൊക്കെ പോകാറുണ്ട്. എപ്പോഴും ഇങ്ങനെ എന്താണ് അടുത്തത് എന്താണെന്നുള്ളൊരു വലിയ വ്യഗ്രതയോടെ ആയിരിക്കും നമ്മൾ കിടക്കുന്നത്. അതിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കും. എപ്പോഴും ഒരു മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും വായന നിർബന്ധമാണ്. അപ്പോൾ വായിച്ച് ഒക്കെ അതിനോട് ഉറങ്ങിപ്പോയെങ്കിലും ഉറക്കം അങ്ങ് പോയി ചെന്ന് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് വീണ്ടും കയറി വരും. എത്രയോ സീനുകൾ തന്നെ എനിക്ക് ഇങ്ങനെ ഇന്നത്തെ ഒരു കാലത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓർത്തഡോക്സ് ആയിട്ട് ചിന്തകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. ആ സമയത്ത് വീട്ടിൽ നിന്നുള്ള സാറിനോടുള്ള ഒരു അയ്യോ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. എൻ്റെ വീട്ടിൽ ഇത് ഭയങ്കരമായിട്ടുള്ള മാരകമായ എതിർപ്പായിരുന്നു. മറ്റൊന്നുമല്ല, ഒന്നാമതിന് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു കുടുംബ പശ്ചാത്തലം. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ചെറുപ്പകാലം മുതലേ ഞാൻ കണ്ട് ശീലിച്ചിരിക്കുന്ന തന്നെ നിവർത്തിയുണ്ടെങ്കിൽ 2 കുർബാന കാണും. ഈ 2 കുർബാന കാണുന്ന ഒരു അമ്മയുടെ മകനാണ് ഞാൻ. അപ്പോൾ അമ്മയ്ക്ക് സിനിമ എന്നെല്ലാം കേട്ടാൽ ഒരു രക്ഷയില്ല. മാത്രമല്ല എൻ്റെ അപ്പൻ്റെ ഫാദറിൻ്റെ ഫസ്റ്റ് കസിൻ ഹാരി പോത്തർ. അപ്പൻ അനുവദിക്കാതെ തന്നെ പുള്ളി പോയി പടം പ്രൊഡ്യൂസ് ചെയ്തതാണ്. അന്നത്തെ കാലത്ത് അശ്വമേധം, തുലാഭാരം ഒക്കെ സിനിമകൾ വലിയ അറിയപ്പെടുന്ന കുളത്തുങ്കൽ മോട്ടോർസ്, കുളത്തുങ്കൽ പോത്തൻ എന്ന ഒക്കെ പറഞ്ഞ വലിയ വിഖ്യാത പേരുകളാണ് കേരളത്തിൽ. അപ്പോൾ അദ്ദേഹം ഈ സിനിമയ്ക്കകത്തോട്ട് ചാടിപ്പോവുകയും അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ചില പിഴവുകൾ എന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവൻ ശരിയാവില്ല, ഇവൻ സിനിമയ്ക്കകത്ത് പോയി ശരിയാവത്തില്ല. എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സൊക്കെ മദ്രാസിലെ മോൻ എന്ന് വിളിക്കുമായിരുന്നു. കാരണം മദ്രാസിലെ മോൻ ഒരു കൊല കഴിഞ്ഞതിന് ശേഷം മദ്രാസിൽ പോയി താമസിച്ചു. അപ്പോൾ ഈ മദ്രാസിലെ മോൻ വന്നിട്ടുണ്ടോ, എപ്പോൾ വരും, അങ്ങനെ എനിക്കൊരു നിക്നെയിം കൂടെ അപ്പുറത്ത് വീണായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹിച്ച്
ദൈവത്തിൻ്റെ ഒരു വലിയൊരു പദ്ധതി എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതിങ്ങനെ എനിക്ക് എപ്പോഴും എനിക്ക് മുമ്പിൽ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. ഒരു ഇൻറ്റൻസ് ലൈറ്റ് അല്ലെങ്കിൽ പോലും ഒരു കിടാവിളക്ക് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ടുണ്ട്. ഞാൻ ആ വഴിയിലൂടെ യാത്ര ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ മറ്റ് പ്രാന്തപ്രദേശങ്ങളൊന്നും എനിക്ക് അത്ര സുപരിചിതമായിരുന്നില്ല. ദൈവത്തിൻ്റെ വലിയൊരു ഗ്രേസാണ്. അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ ഞാനതിൽ വിളിക്കപ്പെട്ടവനാണെന്ന്. കാരണം എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ശരിയാവില്ല ഒരു ജോലിക്ക്, കണക്ക് ഒരു രക്ഷയുമില്ല. പിന്നെ ഞാൻ എന്തിനാണ്? അപ്പം അത് നേരത്തെ ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്. വീട്ടിലെ എതിർപ്പ് ഇതിനെല്ലാം മറികടന്ന് ഈ കോൾ കൃത്യമായി തിരിച്ചറിഞ്ഞ എന്തെങ്കിലും ഒരു മൂമെന്റ്, ആ തീരുമാനമെടുത്ത ആ കാലഘട്ടങ്ങൾ ഓർക്കാണ്. ഒരുപക്ഷെ എന്നെ ഇതിലേക്ക് അബ്സല്യൂട്ടായിട്ട് ടൈം ചെയ്യപ്പെട്ടത് ഞാൻ പഠിച്ച ഇരിജാലക്കുട ഡോൺ ബോസ്കോ സലേഷ്യൻ കോൺഗ്രിഗേഷനിലാണ്. ആ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് പോലും തമിഴനായ ഞങ്ങളുടെ റക്ടറച്ചനെ ഒരു തമിഴ് പാട്ട് പാടി വശീകരിച്ചിട്ടാണ്. കാര്യം ഒരു മലയാളിയായ ഞാൻ എന്നോട് എന്നെ റെക്കമെൻഡ് ചെയ്ത ആള് ഈ സിങ്സ് വെൽ ഫാദർ എന്ന് പറഞ്ഞപ്പോൾ തമിഴേ പറയുള്ളൂ, ഞാൻ ഈ പാട്ട് പാടും. ശരി, പാട്ട് പാടും. അന്നത്തെ പാലും പഴവും എന്ന പടത്തിലെ ഞാൻ പേശൻ എന്നെ പതെല്ലാം എന്നുള്ള പാട്ടങ്ങ് വരും. ഒരു 4 ലൈനങ്ങ് പാടി പറഞ്ഞ അച്ഛൻ ചാടി എഴുന്നേറ്റ് വെച്ച് യു ആർ മൈ ബോയ് മാൻ, യു ആർ മൈ ബോയ്. അച്ഛൻ്റെ ആ ഒരു പിടുത്തമുണ്ടല്ലോ. അപ്പം അച്ഛൻ ഞാൻ അവിടെ ചെന്നപ്പോൾ മുതലേ എന്നിൽ എന്തോ ഒരു ശ്രദ്ധയും ഒരു ആകർഷണവും. അപ്പം എല്ലാത്തിനും ഈ കാര്യങ്ങളിലൊക്കെ എൻ്റെ ഞാൻ പാട്ട് പാടിയപ്പം കൊള്ളാമല്ലോ, നന്നായി പാടുന്നല്ലോ. അങ്ങനെ അച്ഛൻ തന്നെ എന്നെ ഓരോന്നിലേക്കും ഇങ്ങനെ വഴിതിരിച്ച് അങ്ങനെ 10ലൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ലോകപ്രശസ്തമായിട്ടുള്ള സൗണ്ട് ഓഫ് മ്യൂസിക് സിനിമ റിലീസ് ചെയ്തു. അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കേട്ടു. ഇതിങ്ങനെയാണ്, ദിസ് സിനിമ ഈസ് എൻ ഓസം ഫിലിം, ഇറ്റ് ഈസ് ഫുൾ ഓഫ് സോങ്സ്, ഇത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. അതിൻ്റെ എക്സ്ട്രാ വേക്കൻസി മുഴുവൻ ഈ ഫാദർ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുകയായി. ഭാഗ്യത്തിനപ്പോൾ എൻ്റെ കൈ ഒഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ ഒരു ആത്മസുഹൃത്തിനെ, പുള്ളി അദ്ദേഹം ഇപ്പം ഇല്ല, ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിനെ വിളിച്ച് ചേടാ നമുക്ക് ഈ കൊച്ചി പൈസാനെ പൈസനമാണ്. എടാ അതെങ്ങനെ പോകാൻ പറ്റും, പണിയുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ പ്ലാസ്റ്റർ ഒരു കമ്പ് കഷ്ണം കുത്തിക്കയറ്റി, ഇപ്പോഴും എൻ്റെ കയ്യിലെ പാടുണ്ട്, കുത്തിക്കയറ്റി തൊലി മുറിച്ച് അതിനകത്തെ. ഇതൊന്നും ഞാൻ എൻ്റെ ചെയ്തൊരു മിടുക്കായിട്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളെ ഏതോ ഒന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു അദൃശ്യ ശക്തി നമ്മുടെ എപ്പോഴും ഉണ്ടാവും. നമ്മളത് മോണിറ്റർ ചെയ്താൽ മതി. എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ പിറകിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട്. നമ്മൾ ഇന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്നതിലേക്കാണ് നിന്നെ ഞാൻ കൊണ്ടുചെല്ലാൻ പോകുന്നതെന്നുള്ള എപ്പോഴും നമ്മുടെ കാതിൻ്റെ ഓരത്തൊരു മർമ്മരമുണ്ട്. ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കത് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഏതോ ഒരു ശക്തി ഇങ്ങനെ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതെല്ലാം കയറി വരും. വണ്ടിയെ കയറി നേരെ ഞങ്ങൾ കൊച്ചിക്ക് വിട്ടു. അങ്ങനെ കൊച്ചിയിൽ സൈനാ തിയേറ്ററിൻ്റെ വാതിക്കൽ ചെന്നിറങ്ങി. അപ്പം അങ്ങനെ സിനിമ അങ്ങ് തുടങ്ങി. സ്റ്റാർട്ട് ടു ദ എൻഡ്. നമ്മൾ ഈ ലോകത്തൊന്നും അല്ല, ഞാൻ ഏതോ ഒരു ലോകത്തേക്ക് പോയ പോലെ. നമ്മൾ ഈ സംഗീതം നമ്മുടെ വിഷയമാണ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്താ സിനിമയാണ്. ആ സിനിമ അവിടെ കണ്ടു, നിന്നു. ഫസ്റ്റ് ഷോയുടെ കണ്ടു. ഫസ്റ്റ് ഷോയുടെ കണ്ടേച്ച് തിരിച്ച് ഈ PSN ബസ് ഈ ഇരിഞ്ഞാലക്കുടയിലെ ഏതാണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ 6-7 കിലോമീറ്റർ അപ്പുറത്ത് ഏതാണ്ട് വഴിയുടെ മാറിങ്ങാണ്ട് പോവുക. അവിടെ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് രാത്രി ഏതാണ്ട് ഒരു 2:30-3 മണിയൊക്കെ ആയി തോന്നുന്നു ചെല്ലുകയാണ്. 3 ദിവസം കഴിയുമ്പോൾ പിടുത്തം വേണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ പിടുത്തം. അച്ഛൻ്റെ അടുത്ത് നുണ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അച്ഛൻ്റെ അടുത്ത് നുണ പറഞ്ഞാൽ ചെപ്പയ്ക്കടി ഉറപ്പാണ്. അപ്പം ഞാൻ വളരെ കൈയെടുത്ത് കൂപ്പി വളരെ വിനിയോന്മതനായിട്ട് പറഞ്ഞു, സോറി, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സൗണ്ട് ഓഫ് മ്യൂസിക് സിനിമ കാണാൻ പോയി. അച്ഛാ അപ്പോൾ നീ ഹോസ്പിറ്റലിൽ കാമിക്കില്ലേ? ഒരു കഥയൊക്കെ പറഞ്ഞു. അച്ഛോ അത് അങ്ങനെയല്ല, ഇത് പോകാനുള്ള ആഗ്രഹത്തിൻ്റെ മുകളിൽ ഞാനിങ്ങനെ കമ്പ് കുത്തി കയറ്റിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. പക്ഷെ എന്നാലും ആ അച്ഛനെ കുറച്ചു നേരം എന്നെ ഇങ്ങനെ അങ്ങ് നോക്കിയേ ചെയ്യും. കുറച്ചുകൂടെ അടുത്തോട്ട് ഇങ്ങനെ എന്നെ അങ്ങ് നോക്കിയിട്ട് അച്ഛൻ്റെ കണ്ണങ്ങോട്ട് ചുമക്കുകയാണ്. ഒറ്റ ഡയലോഗേ ഉള്ളൂ, ഇനി ജീവിതത്തിൽ മറക്കത്തുമില്ല. എൻ്റെ അടുത്തോട് വന്ന് മൂക്കോട് മൂക്കി ഇങ്ങനെ മുട്ടിച്ച് വെച്ച് ചോദിച്ചു, എപ്പടി ഇരിക്കടാ പടം, നല്ലായിരുന്നതാ, നീ ധൈര്യമായിട്ട് പോക്കൂ, നിനക്ക്
കലയോടാണ് നിന്റെ വഴി. നിന്റെ ചെപ്പ് മുഴുവൻ കലയാണ്, നീ അതെ പിടിച്ചു. ഒരു ആഗ്രഹത്തിൻ്റെയും ഒരു വിളിയും ഉണ്ടെന്ന് തോന്നലുണ്ടാവുക, അതിൻ്റെ പുറകെ തീവ്രമായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. സാറ് സ്വപ്നം കണ്ടതും ജീവിച്ചതുമായ ഒരു സാഹചര്യവുമായിട്ട് ഒട്ടും ചേർന്ന ഒരു ലോകമല്ലായിരിക്കും തുടക്കകാലങ്ങളിൽ നിന്ന് എൻ്റെ സ്വന്തം സിനിമയായിട്ട് ആദ്യത്തെ സിനിമ വരുന്നിടം വരെയുള്ളൊരു കാലം. ഈ കാലത്ത് എങ്ങനെ ഈ ദൈവ വിളിയോട് ചേർത്ത് അതിനെ ഇത്രയും കാലം കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പറയും, the amount of holy mass I came through. അതായത് ഞാൻ കണ്ടു കൂട്ടിയിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഒരു കൈ കണക്കില്ല. അതൊരു പക്ഷേ ഒരു ബോർഡിംഗ് ലൈഫിൽ നിന്ന് കിട്ടിയൊരു എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് ടൂളാണത്, ഒരു സോഡാണ്. എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന കാണുകയും കൈക്കൊള്ളുകയും ചെയ്തിട്ടേ പിന്നെ അവിടെ ഉള്ളൂ, പിന്നെ ഒരു ജീവിതം അവിടെ ഉള്ളൂ. നമ്പർ 1. പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു എപ്പോഴും. എൻ്റെ അമ്മ കുട്ടിക്കാലം മുതലേ എത്ര വലിയ വെളുപ്പാങ്കാലത്ത് തന്നെ ഇറങ്ങി എൻ്റെ അമ്മ പള്ളിയിൽ പോകുന്നു. അതുപോലെ വെള്ളപ്പൊക്കം വന്നാലും സാരിയെല്ലാം പൊക്കി പിടിച്ച് നേരെ പള്ളിയിൽ ചേരുന്നു, വിശ്വകുർബാന കാണുന്നു, വരുന്നു. ഇതിങ്ങനെ ഒരു കണ്ട് അമ്മയും പറയും, എടാ നിന്നൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ പഠിച്ചൊന്നും വലിയ ആളൊന്നും ആയാലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ ഈശോയുടെ ഒരു വലിയ കരുതൽ നിന്റെ കൂടെ ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. ഹോൾഡ് ഓൺ ദ ഹോളി മാസ്. ഇവിടുന്ന് കേരളം വിട്ട് മദ്രാസിൽ പോയ എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട എനിക്ക് എന്താണ്, എനിക്ക് ആകെയുള്ള സങ്കേതം എന്ന് പറയുന്നത് രാവിലെ പോയിട്ട് കുർബാന കാണുക എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ അന്നൊരു സ്കൂട്ടർ വാങ്ങി, ഈ ലാംബട്ര സ്കൂട്ടർ മേടിക്കുന്നത് തന്നെ സിനിമ കാണാനും കുർബാന കാണാനും. അപ്പോൾ വിശുദ്ധ കുർബാന എന്നെ വളരെ കരുത്തറ്റാക്കിയിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. കാര്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാന ആവാം ഒരു പക്ഷേ വലിയ പരിക്കില്ലാത്ത കുഴപ്പം പിടിച്ച മേഖലകളിലേക്കൊന്നും പോവാതെ. ഒപ്പം ഞാൻ ചിന്തിക്കുന്നതും കൂടെ ഉണ്ട്, I deserve, ഞാൻ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞാൻ ഡിസർവിങ് ആണോ? സിനിമ പോലത്തെ വലിയൊരു കടലിനകത്ത് എങ്ങും ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന എൻ്റെ തോണിയുടെ, എൻ്റെ കപ്പലിൻ്റെ, എന്നെ നയിച്ചിരുന്ന ആ കുടിമരം ഇളകാതിനെ കൊണ്ടുപോയി. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആക്കിക്കളയും സിനിമ. ഇത്തരം അവസ്ഥകളിൽ എങ്ങനെയാണ് സാർ അതിനെ ഒന്ന് ഓവർകം ചെയ്യുകയും പിടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് നമ്മളൊരു കൊച്ചു കുട്ടിയായാൽ മതി എന്ന് തോന്നുന്നു എപ്പോഴും. അതായത് നമ്മൾ പഠിച്ചു വെച്ച സിനിമയല്ല, നമ്മളിപ്പോഴും സിനിമയിലെ വിദ്യാർത്ഥിയാണ്. നമ്മളുടെ ഒരു വളർച്ചയും മറ്റു പലരെ അപേക്ഷിച്ച് ഒന്നുമല്ല. ഒന്ന് എളിമപ്പെട്ട് നോക്കിക്കേ, ആരെക്കാൾ ഞാൻ വലുതല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ, ഇപ്പം എന്നെ അതങ്ങനെ മനസ്സിലാക്കുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സിനിമ കാണുമ്പോഴത്തേക്കുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആരുമല്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കോ, ഭദ്രൻ സാറേ നിങ്ങളുടെ അയ്യർ ദ ഗ്രേറ്റ്, സ്ഫടികം, ഒളിമ്പ്യ എന്നൊക്കെ പറഞ്ഞ ഓരോ ആൾക്കാർ എന്തോ ജീനിയസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. അവർ പിന്നെ ജീനിയസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അർത്ഥം അറിയാതെ ഉപയോഗിക്കല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൊങ്ങാതെ, ഇപ്പോൾ ഒരു സിനിമയുടെ വലിയൊരു ഭയങ്കരമായൊരു സക്സസിൽ അങ്ങ് നിൽക്കുന്ന സമയത്ത് നമ്മളങ്ങനെ ആറാടാൻ തോന്നും. അപ്പോൾ ആറാടാൻ തോന്നുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നമ്മളെ ആദ്യം പിടിക്കുന്നത് മദ്യമാണ്. മദ്യം നമ്മളെ, എന്നോട് ചോദിച്ചാൽ മദ്യമാണ് സിനിമയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്കകത്ത് വലച്ച് കളഞ്ഞിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഏറ്റവും ഡാമേജിങ് ടൂൾ ഈസ് മദ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇതായിട്ട് പറയാം, എന്നെ ഇന്ന് വരെ മലയാള സിനിമയിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ എങ്ങും ഇവിടെയും ആൾക്കാർ ഒരു ഗ്ലാസ് ബിയറായിട്ട് പോലും നിന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈശോയോട് നമ്മൾ കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില പ്രത്യേക വരദാനങ്ങൾ അതിലേക്ക് നമ്മളെ കടത്തിവിടത്തില്ല. അത് നമുക്ക് നമ്മുടെ മുമ്പിൽ വന്ന്, എന്താണ് മദ്യം, സ്ത്രീ, എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ സിനിമയിലുണ്ട്, അതെല്ലാം വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. നല്ല ഇണങ്ങി നമ്മുടെ ഒപ്പം ഇണങ്ങി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. അത് വേണോ വേണ്ടോ എന്നുള്ളത് അതാണ് നമ്മുടെ ചോയ്സ്. ദൈവം ഏൽപ്പിച്ച് കരുതി കയ്യിൽ തന്ന ഈ ഒരു കഴിവിനെ ഇത്ര പ്രശസ്തി നിന്നിട്ട് എപ്പോഴെങ്കിലും ഇതെനിക്ക് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്, ഇതെന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും അതൊരു വേറൊരു അനുഭവമാണ്.
എൻ്റെ എനിക്ക് തോന്നുന്നത് ചലച്ചിത്ര മേഖലയിൽ പ്രത്യേകിച്ച് എൻ്റെ മലയാള സിനിമയിൽ ഏറ്റവും റോങ് ആയിട്ട് ഞാൻ എന്താണോ, ഞാൻ ആരാണോ, അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ട് എന്നെ അനവധി ആൾക്കാർ പ്രൊഡ്യൂസേഴ്സായിട്ടും ആർട്ടിസ്റ്റായിട്ടും ഒക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് എന്നെ പോർട്രേ ചെയ്യും. അതെന്താണ്? അയ്യോ പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല, ഭയങ്കര പടം തീർക്കത്തില്ല, ഓയ്യോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇതുപോലെ ഫിലിം ഉപയോഗിക്കുന്ന ഒരാളില്ല, വിച്ച് ഇസ് നോട്ട് ട്രൂ അറ്റ് ഓൾ. എൻ്റെ ഈ മലയാള സിനിമയുടെ കരിയറിനകത്ത് ഒരു 70 റോൾ അല്ലെ 75 റോളിൽ കൂടുതൽ ഞാൻ ഡിജിറ്റൽ മേഖല വരുന്നതിന് മുമ്പത്തെ കാര്യം പറയാം, പോയി അങ്ങനെ ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ പ്രചരിപ്പിക്കുന്നത് 150 റോള് ഫിലിം എക്സ്പോസ് ചെയ്യും. ഓക്കെ, ഒരു രക്ഷയുമില്ല. പുള്ളി എന്താ തലയ്ക്ക് പ്രാന്താണ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. അതായത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പേരിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, അവർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ സിനിമ ലോകം കാണുന്ന ഏറ്റവും വലിയൊരു കുറവെന്ന് പറയുന്നത് പെർഫെക്ഷനിസം. പെർഫെക്ഷനിസം ഈസ് നത്തിങ് ബട്ട് ആൻ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അതാവണം എന്നുള്ളൊരു ചിന്തയാണ് പെർഫെക്ഷൻ, ഇല്ലേ? അപ്പം ഞാനും നിങ്ങളും വന്ന് ഒരു കടൽക്കരയിൽ ഇരിക്കുന്നു, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കടൽ, നമ്മൾ ഇൻഫിനിറ്റ് കാണുന്നു. ഇതാണ് കടൽ പോയി അങ്ങനെ മേഘത്തോട് ആകാശത്തോട് പോയി തൊട്ട് നിൽക്കുന്നു. നമ്മൾ വി സീ ദ ഓഷ്യൻ വളരെ അതിൻ്റെ ഇൻഫിനിറ്റ് വരെ നമ്മൾ കാണുന്നു. സപ്പോസ് ഇഫ് ഐ സീ ബിയോണ്ട്, യെസ്, ബിയോണ്ട് സംതിങ് ഈസ് ദയർ, ലെറ്റ് മീ സീ ദാറ്റ്, ലെറ്റ് മീ ഗോ. ഞാൻ അവിടം വരെ നടക്കട്ടെ, അതിനപ്പുറം എന്ത്? എല്ലാ വലിയ കരുത്തുറ്റ സംവിധായകന്മാരും അവിടെയൊക്കെ നമ്മൾ നിസ്സാരന്മാരാണ്. ഞാനീ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ചിന്തിച്ചേക്കരുത് ഞാൻ പലരിലും നിസ്സാരനായി എന്നെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതല്ല എൻ്റെ ശരി. കാര്യം whenever I see cinema, whenever I see films, old classics, ലോകം ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള എത്രയോ സിനിമകൾ എത്രയോ വട്ടം ഞാൻ എൻ്റെ തിയേറ്ററിൽ കാണുന്നു. ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഇവരെ കൊണ്ട് ഇതെങ്ങനെ സാധ്യമായി, ഇതെങ്ങനെ സാധ്യമാകും, ഇതെങ്ങനെയാണ് ഇത് പറ്റുന്നത് എന്നുള്ള ഒരു വിദ്യാർത്ഥി വളരെ കുട്ടിയായിരിക്കുമ്പോൾ അവരെ ക്ലാസ് റൂം പേടിയാ, എഴുതുന്ന കടലാസ് പേടിയാ, പുസ്തകം പേടിയാ, അവൻ്റെ അപ്പനെ പേടിയാ, അവൻ്റെ അമ്മയെ പേടിയാ, ഗുരുനാഥന്മാരെ പേടിയാ. ഞാനിപ്പോഴും അങ്ങനെ, എനിക്കെല്ലാത്തിനും പേടിയാ. എനിക്കൊന്നും ഞാൻ ഓവർ കോൺഫിഡൻസിൽ ചെയ്യില്ല. എന്നെ ഒരു ഘട്ടത്തിൽ സിനിമ വേണ്ട, ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത് ഈ പ്രയോർ ടു സ്ഫടികത്തിന് മുമ്പുള്ള അയ്യർ ദ ഗ്രേറ്റ് എന്ന സിനിമയ്ക്കകത്ത് ഞാൻ അനുഭവിച്ച വേദന, അതുപോലെ ഞാൻ ആ സിനിമയുടെ പിന്നാമ്പറം എന്നെ അത്രയും ക്രൂശിച്ചിട്ടുണ്ട്. ഇൻ ഓൾ റെസ്പെക്ട്സ്. ഒന്നാമതേ തലയ്ക്ക് ഓളം പോയ ഒരു സ്ക്രിപ്റ്റ്, വളരെ പ്രത്യേകതയുള്ള ഒരു സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് അന്നത്തെ കാലത്ത് നമ്മുടെ ആർ മോഹനെ ഗുഡ് നൈറ്റ് മോഹനെ പോലെ ഒരാൾ അല്ലാതെ മലയാള സിനിമയിൽ വേറൊരു പ്രൊഡ്യൂസർമാർ അങ്ങനത്തെ ഒരു കഥ ഇതെന്താ ഇത്, ഒരാൾ മരത്തെ കയറി താഴെ ഇറങ്ങി വന്നപ്പോൾ അയാൾക്കൊരു സിദ്ധി കിട്ടുന്നു, ആ സിദ്ധി കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ ഓടുമോ എന്ന് തോന്നാവുന്ന ഒരു കാലഘട്ടത്തിൽ ഗുഡ് നൈറ്റ് മോഹൻ അയാൾ ഒരു എഞ്ചിനീയറാണ്, പഠിച്ച ആളാണ്, അയാൾ വളർന്നത് ബോംബെയിലാണ്, കഷ്ടപ്പെട്ട് പിടിക്കുന്ന ആളാണ്. ഓക്കെ, അയാളുടെ ഈ കഥ പറഞ്ഞപ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അയാൾക്ക് തോന്നിയ ആ ഒരു വെളിപാട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല. അത് രതീഷാണ്, നടൻ രതീഷാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ദൈവമേ, അയാളിൽ നിന്ന് കാശ് മേടിക്കും, ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫണ്ടില്ലാതെ വന്നപ്പോഴത്തേക്കും അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെയായി. ഏത് പ്രൊഡ്യൂസർ തന്നെ നമ്മളത് സമ്മതിക്കുമോ? അത് വേണം, ഇല്ലാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് പെർഫെക്ഷനാണ്, അത് പെർഫെക്ഷൻ്റെ കുറവാണ്. സിനിമയ്ക്ക് അത് വേണം. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഒരു സർജൻ ഏറ്റവും പ്രധാനപ്പെട്ട ഡെലിക്കേറ്റഡ് ഏരിയയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഏരിയയിലെ സമീപിക്കേണ്ട ഒരു പ്രത്യേക സിസറാണ്. ആ സിസർ കൈ കാണിച്ചപ്പോൾ ഇല്ലെങ്കിൽ അതില്ല ഡോക്ടറെ, മറ്റത് കൊണ്ട് ചെയ്യേ എന്ന് പറയാൻ പറ്റൂ.
ഞാൻ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, എൻ്റെ ഭാര്യ ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ഇവിടുന്ന് എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞങ്ങ് പോയാലും ഇനി ആ ഘട്ടം വരെ അതൊക്കെ പറയാൻ പോയാൽ അതിന് തന്നെ നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും. അപ്പം എൻ്റെ മാതാവിനോട് ഒരിക്കൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഓട്ട ധ്യാനാശ്രമത്തിൽ പോകും, അവിടെ ധ്യാനമുണ്ട്, അവിടെ നീ എൻ്റെ മകനെ കൂടുതലായിട്ട് അറിയും, നീ തമ്പുരാനെ കൂടുതലായിട്ട് അറിയൂ, നീ അറിഞ്ഞ വിശുദ്ധ കുർബാന അല്ല, അതിനപ്പുറം ഇനിയും ആ തമ്പുരാനെ ഇനി നീ ആഴത്തിൽ അറിയും. ഒപ്പം എൻ്റെ അമ്മയും പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഏതാണ്ട് പോയി കളയാ. അങ്ങനെ വെറും 90 പേരുടെ ഒരു പന്തലിൽ ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി പോവാം. 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, only one single prayer. My Lord, my Jesus, just show me a way out. I want to leave this cinema. അയ്യർ ദ ഗ്രേറ്റ് പോലത്തെ ഒരു സിനിമ ചെയ്ത് സൂപ്പർ ഹിറ്റ് മദ്രാസില് 100 ദിവസം സഫയർ തിയേറ്ററിൽ ഓടി ഞാൻ അവിടെ വേറൊരു ലെവലിൽ നിൽക്കുന്നു. അവിടുത്തെ പത്രക്കാരുടെ മുമ്പിലും സിനിമാ ആൾക്കാരുടെ മുമ്പിലും മന്ത്രിമാരുടെ മുൻപിലും എല്ലാ രീതിയിലും ഈ സിനിമ അത്രയും ഘോഷിക്കപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞാൻ കോട്ടയിൽ വന്ന് ദൈവത്തോട് കൃഷിയോട് അപേക്ഷിക്കുകയാണ്, എനിക്ക് സിനിമ ഇനി ഫർദർ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. കമോൺ, എന്നെ കോൾ മീ ബാക്ക്, ബട്ട് ഈക്വൽ ടു ദാറ്റ് ഷോ മീ എ വേ ഔട്ട്. എനിക്കൊരു വേറൊരു വഴി എനിക്ക് കാണിച്ചു തരണം. 3 ദിവസം കഴിഞ്ഞ ഒരു ഉച്ചയ്ക്ക് ഞാനൊരു 11 മണി ആയപ്പോഴത്തേക്കും ഈ പനക്കടച്ചൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആരാണ് ഇയാൾ, എന്നെ ഒന്നും ഞാൻ അറിയപ്പെടുന്നില്ല. സ്പടികയൊക്കെ വന്നതിന് ശേഷമല്ലേ നമ്മൾ കൂടുതലും. ഉച്ചയ്ക്ക് ഇൻ്റർവൽ സമയം എൻ്റെ ഈ ആഹാരത്തിൻ്റെ ആ ബ്രേക്ക് സമയത്ത് അച്ഛൻ ഒരു വാതിലിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് വന്നപ്പം അച്ഛനെ നോക്കി, എൻ്റെ കൂടെ വരാൻ. അച്ഛനെ മുറി ചെല്ലുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ശരിയായ പ്രാർത്ഥനയല്ല. അച്ഛൻ പറയാൻ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശരിയായ പ്രാർത്ഥനയല്ല. ഞാൻ അപ്പം എന്താ അച്ഛൻ എന്നെ അറിയാവോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏതോ ഒരു ജോലിയിൽ നിന്നും മാറി നിങ്ങൾ വേറൊരു ജോലിക്ക് വേണ്ടി തമ്പുരാനോട് നിങ്ങൾ ചോദിക്കുന്നില്ലേ? ഇല്ല, നിങ്ങൾ ആ ജോലിയിൽ തന്നെ നിൽക്കണം. നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിക്കും. അപ്പോഴാണ് ഞാൻ കരഞ്ഞുപോയി. ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു, അച്ഛൻ ഞാൻ ഇന്ന ആളാണ്, ധൈര്യമായിട്ട് ഒരു പ്രശ്നമില്ല, യു വിൽ സക്സീഡ്. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, ദുരിതങ്ങളൊക്കെ ഉണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, അതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സാധനങ്ങളാണ്. പക്ഷേ നിങ്ങളിൽ നിന്ന് പുതിയ പുതിയ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. സിനിമ ഈസ് എ വെരി സ്ട്രോങ് ടൂൾ ടു ട്രാൻസ്ഫോം ദ പീപ്പിൾ. അതിൻ്റെ റീപ്രൊഡക്ഷൻ ആയിരിക്കാം, പക്ഷേ അതിൻ്റെ ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം. സ്ഫടികം ഇറങ്ങി ഇത്ര വർഷങ്ങൾക്ക് ശേഷം സ്ഫടികത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുവരെ മക്കളെ വളർത്തിയ മാതാപിതാക്കളും മക്കളും ഉള്ള ഈ കാലത്ത് ഇങ്ങനെ ഷുവർ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇന്ന് ഇറങ്ങുന്ന ഏതൊരു മലയാള സിനിമയെക്കാട്ടിലും ഉറപ്പായിട്ടും ഉണ്ടാവും, അതിൻ്റെ ബിസിനസ്സും ഉണ്ടാവും. അതിനപ്പുറം ഇതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന എല്ലാ സിനിമയിലും പറയേണ്ടത് എന്തെന്ന് ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞിട്ടുള്ള സാറിന് ഈ കാലഘട്ടത്തിന് ശേഷം എന്തിന് സ്ഫടികം വീണ്ടും 4K റിലീസ്? എന്താണ് ഇനി ഈ സ്ഫടികത്തിന് പറയാനുള്ളത്? ഇത് ചില ബിരുദന്മാർ ഫേസ്ബുക്കിലാക്കിയിടും, ഇത് ഭദ്രസ്ഥാന തക്കാലം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിറ്റ് കാശുണ്ടാക്കാനുള്ള പണി. അപ്പൊ എന്റെ അസിസ്റ്റൻസ് പറയും, ഇത് നല്ല റിപ്ലൈ കൊടുക്കാൻ പറയും. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ല, അവരെല്ലാ വേളയിലും എഴുതട്ടെ. ഒന്നാമതൊരു കാര്യം ആദ്യമേ തിരുത്തിക്കൊള്ളട്ടെ, ഈ സിനിമ ഒരു എന്റർടൈൻ വാല്യൂവിൽ കൂടെ പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റർടൈൻമെന്റിലൂടെ കടത്തിവിടാൻ വേണ്ടി ഇതിൽ ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. അപ്പൊ ചോദിക്കും, ഈ മുട്ടനാടിന്റെ ചങ്കിന്റെ ചോര കുടിക്കുക, പിന്നെ തുണി പറിച്ചടിക്കുക, ഈ റേബാൻ ഗ്ലാസ്, ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒത്തിരി മെറ്റഫർസുകൾ, ഒത്തിരി ഓബ്ജക്ട്സുകളൊക്കെ സിനിമയിൽ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു, ഓരോ ഓബ്ജക്ട്സുകൾക്കും ഓരോ മെറ്റഫർസിനും അതിൻ്റെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. റേബാൻ ഗ്ലാസ് വെച്ചാൽ റേബാൻ ഗ്ലാസ് വെക്കാൻ പ്രാപ്തിയുള്ളവനായിരുന്നു അയാൾ. അവൻ്റെ കുട്ടിക്കാലം അത്രയും വെരി ബ്രില്യൻ്റ് ആയിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ ആദ്യമായി ഒരു ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ അതിനകത്തെ ക്യാപ്റ്റൻ റേബാൻ, അന്നത്തെ പ്രബലരായിട്ടുള്ള ആസ്ട്രോനാട്സ്, ഇതര മറ്റേ ആകാശത്തിന്റെ അപ്പുറം ചന്ദ്രനിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർ റേബാൻ. ഓക്കെ, വലിയ മിലിറ്ററി ഓഫീസേഴ്സ് റേബാൻ, വലിയ പോലീസ് IGs, അതുപോലത്തെ DGPs ഒക്കെ ഞാൻ അന്നത്തെ കാലം ഈ പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അതാ കണ്ടത്, റേബാൻ.
എന്താ ഇത്, റേബാൻ അപ്പുറമുള്ള ഒരു ബ്രാൻഡാവേണ്ട ചെറുക്കനല്ലേ ഇവൻ. എൻ്റെ മനസ്സ് അവിടെയാ പോയത്. ലിസൺ, റേബാൻ ഗ്ലാസ് വെക്കാൻ പ്രാപ്തനല്ലേ അവൻ. പ്ലസ് എന്താണ് ഗ്ലാസ്? അത് അവൻ്റെ ഒരു മുഖംമുടിയാണ്. അവനിലെ ഒരു തോമസ് ചാക്കോ ഉണ്ട് അല്ലേ, ആ തോമസ് ചാക്കോയുടെ കണ്ണ് ഇപ്പോഴും നീറി നിൽക്കുക, എപ്പോഴും ചുമന്ന് നിൽക്കുക. അവൻ അന്തർമുഖനാണ്. അവൻ ആരെയും അവനെ കാണിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയല്ലേ ഈ ആ പെണ്ണ് വന്നേച്ചൊരു വലിയൊരു ഓഫറുണ്ടല്ലോ. അതായത് ഇവൻ വന്നേച്ച് നമ്മുടെ തുളസിയോട് ചോദിക്കുമല്ലോ, വെടിവെച്ചാ പൊട്ടാത്ത കരിമ്പാറ നീ ഒന്ന് കുലുക്കി. അങ്ങനെ അവരുടെ ആശാന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി അത് എന്തിനാണോ ചോദിച്ചത്? ആ റേബാൻ ഗ്ലാസ് അല്ല ചോദിച്ചത്, ഈ കണ്ണാടിക്ക് അകത്തിരിക്കുന്ന കണ്ണൊന്ന് കാണാൻ. അതിനപ്പുറം ഒരു പ്രേമമുണ്ട്, ഒരു പ്രണയമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ മെറ്റഫറസുകളും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ശ്രമപ്പെട്ടിട്ടാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതിനെ ഇതുപോലെ കാത്ത് മോഹിച്ച് സൂക്ഷിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ ഇവരെ ഒരു സ്ക്രീൻ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക. അതിലൂടെ ഇപ്പോഴും കാര്യം ശരിയാണ്, കാരണവന്മാര് മക്കളെ വലിയ കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുത്ത് ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പോലും വേറൊരു തലത്തിൽ കുഴപ്പമായി. അതെന്നാന്ന് ചോദിച്ചാൽ മക്കള് എന്നാ ചോദിച്ചാലും കൊടുക്കുന്നിടത്തോട്ട് കാലം മാറി, പിള്ളേര് കാലം മാറി. എന്ത് ചോദിച്ചാലും മക്കൾക്ക് അവൈലബിൾ ആവും. അത് ശരി, എന്ത് ചോദിച്ചാലും അവർക്ക് കൊടുക്കാം. കാശില്ലെങ്കിൽ എന്തെങ്കിലും പണയം വെച്ച് മോട്ടോർ സൈക്കിൾ പിടിച്ചു കൊടുക്കുക. അവന് സ്കൂളിൽ പോകാൻ കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിടാം, ഒരു വണ്ടി മേടിച്ചു കൊടുക്കാം. അതിന് ഇന്ന തന്നെ മോട്ടോർ സൈക്കിൾ തന്നെ വേണമെന്നുണ്ടോ? കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇന്ന ഫോൺ തന്നെ ആപ്പിൾ തന്നെ വേണമെന്നുണ്ടോ? ഉണ്ടോ? അത് മാറി ഇല്ലേ? ഇപ്പൊ കൂടെ എന്തുകൊണ്ട് നീ അവളേക്കാൾ നിന്റെ മാർക്ക് കുറഞ്ഞു പോയി, നാളെ മുതൽ നീ അവളുമായിട്ട് കൂട്ടുപാടില്ല എന്ന് ഈ കൊച്ചിനെ ഹരാസ് ചെയ്യുന്ന വീഡിയോസ്, അങ്ങനെ എന്തെല്ലാം വീഡിയോസ് എനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കാരണവന്മാര് അവിടെ തന്നെ നിൽക്കുക. ഈ വാശി മത്സരങ്ങളിൽ നീ എന്തിനാ അവളെ കണ്ടുപിടിക്കുക? എന്റെ കുട്ടിക്കാലത്ത് എന്റെ അപ്പൻ എപ്പോഴും പറയുമായിരുന്നു, നീ അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, മറ്റവരെ കണ്ടുപിടിക്കുക. എടാ നീ ഇങ്ങനെ പോയാ ഒന്നും ആവില്ല, പുകയായി പോകുന്നൊക്കെ പുള്ളി അന്നത്തെ കാലത്ത് പറയും. അതൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം ആ സിനിമയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കണ്ടന്റിന്റെ ഒരു സ്വഭാവമുണ്ട്. എന്താണ് കണ്ടന്റ്? എന്തായാലും അതായത് നിങ്ങൾ അവരെ സ്വപ്നം കാണാൻ അനുവദിക്കും. അവരെന്താകാനാണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ഒരു വെളിച്ചമായാണ്. അതിലേക്ക് മാതാപിതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പൂർണ്ണമായി എത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സംശയമല്ലേ? അപ്പൊ അതൊരിക്കൽ കൂടെ വരട്ടെ, കാണട്ടെ എന്ന് മാത്രമല്ല. ഇപ്പോഴത്തെ പുതിയൊരു ഡിജിറ്റൽ വെർഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി ലോകത്തിടത്തോളം കാലം, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം സ്ഫടികം അതങ്ങനെ തന്നെ. സാറിൻ്റെ എല്ലാ സിനിമകളിലും ഒരു ഒരു ബൈബിൾ വചനം വളരെ മുഴക്കമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ ഉദ്ദേശവും വരത്തക്ക രീതിയിൽ അതിനുള്ള സ്ക്രീൻ സ്പേസ് കൊടുത്ത് തന്നെ സാർ മിക്ക സിനിമകളിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ മനസ്സിൽ ഏറ്റവും ചേർത്ത് നിർത്തുന്ന ഒരു വചനം ഏതാണെന്ന് അറിയാൻ ഒരു കൗതുകം. ബൈബിളിലെ ഓരോ വചനവും മണിമുത്തുക്കളാണ്. ഓരോ വചനം എടുത്തു നോക്കിയാലും ഓരോ വചനത്തിൻ്റെയും ഡയമെൻഷൻസ് എത്ര കേട്ടാലും മതി വരാത്ത ഡയമെൻഷൻസുകളാണ് ഇതിന് ബൈബിളിലെ ഓരോ വചനത്തിനും. എന്നെ ആകർഷിച്ചിട്ടുള്ള വചനം ഏറ്റവും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു വചനമാണ്. അത് ഒരു പക്ഷേ ഒരു പേഴ്സണൽ കോൺടെക്സ്റ്റിൽ നിന്ന് എന്നെ കാണണം. പെറ്റമ്മ നിന്നെ ഉപേക്ഷിച്ചാൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കും, നിന്നെ ഞാൻ എൻ്റെ കൈവെള്ളയിൽ പൊന്നോമനയായി ഞാൻ കൊണ്ടു നടക്കും എന്ന് പറയുന്ന ഒരു പ്രോമിസ് ഉണ്ട്. ലിസൺ, ഇറ്റ് ഈസ് പ്രോമിസ്ഡ് ബൈ ഹൂം? ദ ക്വസ്റ്റ്യൻ. The promise is given to the humanity by whom? By God Almighty. സർ, ഈ പറഞ്ഞ ഈ ഒരു ക്രിസ്മസിന് സാർ ഇപ്പം പറഞ്ഞതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. എങ്കിലും ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഒരു തലമുറയ്ക്ക്, പുതിയൊരു തലമുറയ്ക്ക് ഈ ഒരു ആർജവത്തോടെ ലോകത്ത് നിൽക്കാൻ സാർ എന്താണ് അവർക്കൊരു ക്രിസ്മസ് ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുന്നത്? എന്തായിരിക്കും? ഞാൻ ഈ ഇന്നത്തെ തലമുറയിൽ ഈ വിശ്വാസത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒത്തിരി അനവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേ പലരും എഴുന്നള്ളിക്കാറുണ്ട്. അപ്പം അത് ഞാൻ പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ നല്ലത് ഞാൻ ഈ ബൈബിളിൽ എപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പോർഷൻ ഞാനതൊന്ന് വായിക്കാം. ഓക്കെ.
ഇതാണ് ഇതിൻ്റെ കാര്യം. സ്വതന്ത്രരാവാം. പ്രഭാഷകൻ 15, 11, 20. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത്. അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അതിഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യം നൽകി. സി, ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്താണെന്നറിയോ? ലിബർട്ടി ടു ചൂസ് ദ റൈറ്റ്, ലിബർട്ടി ടു ചൂസ് ദ റോങ്. അപ്പോൾ ദൈവം തന്ന സ്വാതന്ത്ര്യം നമ്മൾ അതിനെ ചാനലൈസ് ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അത് നമ്മുടെ ബുദ്ധിക്കാണ്. അല്ലാതെ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വെച്ചാണോ ജീവിക്കേണ്ടത്? അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ക്രിസ്മസിനോട് ചേർന്ന് ഇനിയും കർത്താവ് പിറന്ന ഒരു ദിവസം, ഒരു വർഷം നമ്മൾ ഘോഷിക്കാൻ പോവാം. ചെറുപ്പക്കാരത് കാണട്ടെ, ഇത് അറിയട്ടെ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നല്ല രീതിയിൽ ഉപയോഗിക്കട്ടെ. താങ്ക് യു സർ.